ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ലിമിറ്റ് സിസ്റ്റംസ് ആയിരിക്കും. ലിമിറ്റ് ആൻഡ് ഫിറ്റ് സിസ്റ്റംസിലെ ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഫോർ എഞ്ചിനീയറിംഗ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ്. 3 സ്റ്റാൻഡേർഡാണുള്ളത്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ISO, ദെൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ ലിമിറ്റ് ആൻഡ് ഫിറ്റ് സിസ്റ്റംസ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ്. ദെൻ അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ടോളറൻസ് ഈസ് ഡിനോട്ടഡ് ബൈ എ ലെറ്റർ ക്യാപിറ്റൽ IT and there are 18 tolerant grades. ഓക്കെ, അപ്പോൾ ടോളറൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക IT എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തായിരിക്കും. ദെൻ ഡിഫറൻറ്റ് ടോളറൻസ് ഗ്രേഡുകളുണ്ടാകും. എത്രയെണ്ണം ഉണ്ട്? 18 ഗ്രേഡ്സ് ഉണ്ട്. IT01, IT0, IT1 ടു IT16 വരെ ടോട്ടൽ 18 ഗ്രേഡുകളുണ്ടാകും. ഓക്കെ, ഇതിൽ ഗ്രേറ്റർ ദ നമ്പർ മോർ ഈസ് ദ ടോളറൻസ് ലിമിറ്റ്. അപ്പോൾ ഇതിലേത് ടോളറൻസ് ഗ്രേഡാണോ ഗ്രേറ്റർ നമ്പർ ഉള്ളത്, ദെൻ എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നത്? ടോളറൻസ് കൂടുതലായിരിക്കും. അതായത് IT01 ടോളറൻസ് കൂടുതലായിരിക്കും IT16. ഓക്കെ, ടോളറൻസ് കൂടുക മീൻസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. ദെൻ ഈ കാണുന്നത് ഡിഫറൻറ്റ് ടോളറൻസ് ഗ്രേഡ്സും അത് ഏത് ആപ്ലിക്കേഷനാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതാണ് ഈ ടാബ്ലേറ്റ് ചെയ്തിരിക്കുക. ഫസ്റ്റ് വൺ IT01 ടു IT4 വരെയുള്ള ടോളറൻസ് ഗ്രേഡുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് for the production of gauges, plug gauges and measuring instruments. Then IT5 മുതൽ IT7 വരെയുള്ള ഗ്രേഡുകൾ for fits in precision engineering applications such as ball bearings, grinding, fine boring, etc. Then ഏറ്റവും കൂടിയ ടോളറൻസ് IT15 to IT16 എവിടെ ആവശ്യം വരിക? for process such as casting, stamping, rubber molding, general cutting work and flame cutting. Then നമ്മളിനി ഫണ്ടമെൻ്റൽ ഡീവിയേഷനും പല ഗ്രേഡുകളായിട്ട് നമ്മൾ തിരിച്ചു. ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ഫോർ ദ ഹോൾ ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫ്രം A to ZC ഹാവിങ് ഓൾ ടുഗദർ 25 ഡിവിഷൻസ്. അപ്പോൾ ക്യാപിറ്റൽ A മുതൽ ക്യാപിറ്റൽ ZC വരെ ടോട്ടൽ 25 ഡിവിഷൻസ് ആയിട്ട് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ തിരിച്ചു ഫോർ ദ ഹോൾ. ഇനി ഇതേപോലെ തന്നെ ഷാഫ്റ്റിനും ഉണ്ട്. ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ഫോർ ദ ഷാഫ്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് ഫ്രം A to ZC. ഷാഫ്റ്റിൻ്റെ കേസിൽ ഈ ക്യാപിറ്റൽ A to ക്യാപിറ്റൽ ZCക്ക് പകരം സ്മോൾ a to സ്മോൾ ZC. അപ്പോൾ 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ഉണ്ട് ഫോർ ഷാഫ്റ്റ് ആൻഡ് ഫോർ ഹോൾ. ഫോർ ഹോൾ ക്യാപിറ്റൽ A to ക്യാപിറ്റൽ ZC ആൻഡ് ഫോർ ഷാഫ്റ്റ് സ്മോൾ a to സ്മോൾ ZC. ദെൻ ഈ കാണിച്ചിരിക്കുന്നതാണ് ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് സൈസ് ഫോർ ഹോൾ, ഇതാണ് ബേസിക് സൈസ് ഫോർ ഷാഫ്റ്റ്. ദെൻ ബേസിക് സൈസിലും മുകളിലുള്ളത് പോസിറ്റീവ്, താഴെയുള്ളത് നെഗറ്റീവ്. ഇവിടെയും മുകളിലുള്ളത് പോസിറ്റീവ്, താഴെയുള്ളത് നെഗറ്റീവ്. ദെൻ ഹോളിൻ്റെ ഓരോ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആണ് ഈ പ്രസൻറ്റ് ചെയ്തിരിക്കുക. ക്യാപിറ്റൽ A to ക്യാപിറ്റൽ ZC ആ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആണ് പ്രസൻറ്റ് ചെയ്തിരിക്കുക. ദെൻ ഇതേപോലെ ഷാഫ്റ്റിൻ്റെ സ്മോൾ a മുതൽ സ്മോൾ ZC വരെയുള്ള ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുക ഷാഫ്റ്റിൻ്റെ കേസിൽ. ദെൻ ഇവിടെ ഒരു സ്പെഷ്യൽ കേസസ് ആയിട്ടുള്ളത് ഹോളിൻ്റെ ക്യാപിറ്റൽ H എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡീവിയേഷനും ഷാഫ്റ്റിൻ്റെ സ്മോൾ h എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡീവിയേഷനാണ്. എന്താണ് അവിടെ പ്രത്യേകത? ഹോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ H സൂചിപ്പിക്കുക അവിടുത്തെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെയാണ് സ്മോൾ h, അതാണ് എഴുതിയിരിക്കുന്നത്. ഹിയർ h or small h is a typical case where the fundamental deviation is 0.
അപ്പോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 ആയിട്ടുള്ള കേസാണ് ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും. അപ്പോൾ ക്യാപിറ്റൽ എച്ച് ഫോർ ഹോൾ ആൻഡ് സ്മോൾ എച്ച് ഫോർ ഷാഫ്റ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ പറഞ്ഞു. എന്താണ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ? ഏത് ഡീവിയേഷൻ ആണോ 0 ലൈൻ അല്ലെങ്കിൽ ബേസിക് സൈസിനോട് ചേർന്ന് കിടക്കുന്നത്, അതാണ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ. ഫോർ ഹോൾ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ. ഫോർ ഷാഫ്റ്റ് അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ ഹോളിനെ സംബന്ധിച്ച് ഹോളിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് സൈസ് ആയിരിക്കും. ദെൻ ഷാഫ്റ്റിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് ബേസിക് സൈസ് ആയിരിക്കും. മീൻസ് അൾട്ടിമേറ്റ് ആയിട്ടും പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സൂചിപ്പിക്കുക എന്തായിരിക്കും? ബേസിക് ഹോളായിരിക്കും. ഈ സ്മോൾ എച്ച് സൂചിപ്പിക്കുക ബേസിക് ഷാഫ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 ആണെങ്കിൽ ഹോളിൻ്റെ കേസിൽ അത് ബേസിക് ഹോളും ഷാഫ്റ്റിൻ്റെ കേസിൽ അത് ബേസിക് ഷാഫ്റ്റും ആവുന്നു. ഓക്കെ, ദെൻ ഇതാണ് ടോളറൻസ് ഗ്രേഡുകൾ. 18 ടോളറൻസ് ഗ്രേഡ് ഉണ്ട്, IT01 to IT16. ദെൻ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് 25 ടൈപ്സ് ഉണ്ട്. ഫോർ ഹോൾ ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ZC ആൻഡ് ഫോർ ഷാഫ്റ്റ് സ്മോൾ a to ZC. Then fits ranging from extreme clearance to those of extreme interference can be obtained by a suitable combination of fundamental tolerances and deviations. അപ്പോൾ നമുക്ക് ഈ ടോളറൻസും ഉണ്ട്, ഡീവിയേഷൻസും ഉണ്ട്. അതിൻ്റെ ഡീവിയേഷൻസിൻ്റെ വേരിയേഷനാണ് ഈ കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡീവിയേഷനും ടോളറൻസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫിറ്റ്, ക്ലിയറൻസ്, ട്രാൻസിഷൻ ഓർ ഇൻ്റർഫറൻസ് ഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ പറയുന്നത്, സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ടോളറൻസസ് ആൻഡ് ഡീവിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കാണുന്നത് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ആണ്, ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും. അതേ കാര്യം തന്നെയാണ് വീണ്ടും. ദെൻ നെക്സ്റ്റ് വൺ, ഡെസിഗ്നേഷൻ ഓഫ് ഹോൾസ്, ഷാഫ്റ്റ്സ് ആൻഡ് ഫിറ്റ്സ്. ദെൻ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. സാമ്പിൾ ഡെസിഗ്നേഷൻ ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്. അപ്പം അതിന് ഒരു എക്സാമ്പിളായിട്ട് 50 ക്യാപിറ്റൽ H6 ബാർ G5. ഇതെങ്ങനെയാണ്, എന്താണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ദ ഡെസിഗ്നേഷൻ മീൻസ് ദാറ്റ് ദ നോമിനൽ സൈസ് ഓഫ് ദ ഹോൾ ആൻഡ് ദ ഷാഫ്റ്റ് ഈസ് 50. അപ്പോൾ 50 സൂചിപ്പിക്കുന്നത് എന്താണ്? ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും നോമിനൽ സൈസ് എന്ന് പറയുന്നത് 50 ആണ്, 50. ദെൻ ക്യാപിറ്റൽ H ഈസ് ദ നേച്ചർ ഓഫ് ഫിറ്റ് ഫോർ ദ ഹോൾ ബേസിസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഈസ് 0. അപ്പോൾ ക്യാപിറ്റൽ H എന്താ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, ക്യാപിറ്റൽ A ടു ക്യാപിറ്റൽ ZC എന്ന് പറയുന്നത് ഹോളിൻ്റെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹോളിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഡീവിയേഷനാണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡ്സിൽ കണ്ടു. ദെൻ അപ്പോൾ ആ ക്യാപിറ്റൽ H എന്താ സൂചിപ്പിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 ആണ്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. ക്യാപിറ്റൽ H ഫോർ ഹോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 ആണ്. അത്തരത്തിലുള്ള ഹോളിനെ ബേസിക് ഹോൾ എന്ന് പറയുമെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ H സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ Hന് പകരം എയോ ബിയോ എന്താണെങ്കിലും അത് സൂചിപ്പിക്കുക എന്താണോ ആ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ അതായിരിക്കും. ദെൻ അടുത്തത് ദ 6 എന്ന് പറയുന്നതാണ്. ദ ടോളറൻസ് ഗ്രേഡ് ഫോർ മേക്കിംഗ് ദ ഹോൾ ഈസ് IT6. അപ്പോൾ ഈ 6 സൂചിപ്പിക്കുന്ന ടോളറൻസ് ഗ്രേഡാണ്. നമ്മൾ IT01 മുതൽ IT16 വരെയുള്ള 18 ടോളറൻസ് ഗ്രേഡുകൾ കണ്ടു. അപ്പോൾ അതിലെ ഒരു ടോളറൻസ് ഗ്രേഡായ 6 ആണ്. അപ്പോൾ ഇതിൽ നമ്മളിത് മനസ്സിലാക്കും, ഹോളിൻ്റെ നോമിനൽ സൈസ് 50 ആണ്, ഹോളിൻ്റെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 ആണ്, ഹോളിൻ്റെ ടോളറൻസ് ഗ്രേഡ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. ഇനി അടുത്തത് G5. സിമിലർലി ദ ഷാഫ്റ്റ് ഹാസ് ദ ഫിറ്റ് ടൈപ്പ് G. അപ്പോൾ G എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ A to ZCയിലെ
ഒരു ഫണ്ടമെൻ്റൽ ഡീവിയേഷനാണ് ജി. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ജി ആണ്. ദെൻ 5 എന്തായിരിക്കും സൂചിപ്പിക്കുക? ടോളറൻസ് ഗ്രേഡ്. ഷാഫ്റ്റിൻ്റെ ടോളറൻസ് ഗ്രേഡ് എത്രയായിരിക്കും? അത് IT5 ആയിരിക്കും. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ദ ഷാഫ്റ്റ് ഹാസ് ദ ഫിറ്റ് ടൈപ്പ് ജി ഫോർ വിച്ച് ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഈസ് നെഗറ്റീവ്. നമുക്കറിയാം ജി കണ്ടോ, ഷാഫ്റ്റിനെ സംബന്ധിച്ച് ഷാഫ്റ്റിൻ്റെ ജി എന്ന് പറയുന്നത് കണ്ടോ നെഗറ്റീവിലാണ്. ബേസിക് സൈസിനേക്കാളും താഴെയുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് നെഗറ്റീവാണ്. അതാണ് ഈ പറയുന്നത്. ജി ഫോർ വിച്ച് ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഈസ് നെഗറ്റീവ്, ദെൻ ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് ലോവർ ദാൻ ദ നോമിനൽ സൈസ്. നമ്മൾ കണ്ടു. ആൻഡ് ടോളറൻസ് ഗ്രേഡ് ഈസ് IT5. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അകത്ത് ഇത് മനസ്സിലായത്. അതായത് ഈ ഒരു ലെറ്ററിൽ നിന്ന് ബേസിക് സൈസ് അല്ലെങ്കിൽ നോമിനൽ സൈസ് ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും 50 ആണെന്ന് മനസ്സിലായി. ഇവിടെ യൂസ് ചെയ്യുന്ന ഹോള് അത് ക്യാപിറ്റൽ H ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 0 ഉള്ളൊരു ഹോളും ടോളറൻസ് ഗ്രേഡ് 6 ഉള്ള ഒരു ഹോളുമാണ്. ഷാഫ്റ്റ് എന്ന് പറയുന്നത് ജി എന്ന ഫണ്ടമെൻ്റൽ ഡീവിയേഷനും IT5 ടോളറൻസ് ഗ്രേഡ് ഉള്ളതുമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഹോൾ ഷാഫ്റ്റ് കോമ്പിനേഷനിലൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ സോൺസ് ഓഫ് ഫിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ്റെ അതേ ഡയഗ്രത്തിൽ നമ്മൾ ഫിറ്റുകൾ പറഞ്ഞു. അതായത് നമുക്ക് ഈ ഹോളും ഷാഫ്റ്റും ഡിഫറൻറ്റ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ഉള്ള ഹോളും ഷാഫ്റ്റും മീറ്റ് ചെയ്തുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫിറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതിനൊരു എക്സാമ്പിൾ നമ്മൾ കുറച്ച് മുമ്പ് കാണുകയും ചെയ്തു. ഹോളും ഷാഫ്റ്റും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ഡീവിയേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടോളറൻസ് ഗ്രേഡും എടുത്തുകൊണ്ട് നമുക്കൊരു ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സോൺസ് ഓഫ് ഫിറ്റ് സൂചിപ്പിക്കുക. ഈ ഓരോ ഫിറ്റും ഫണ്ടമെൻ്റൽ ഡീവിയേഷനിൽ ഏത് റേഞ്ചിൽ വരും അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഫണ്ടമെൻ്റൽ ഡീവിയേഷനിൽ ക്ലിയറൻസ് ഫിറ്റ് വരും. ദെൻ അത് കഴിഞ്ഞ് സ്നഗ് ഫിറ്റ് വരും, ടൈറ്റ് ഫിറ്റ് വരും, വെരി ടൈറ്റ് ഫിറ്റ് വരും. മീൻസ് ഷാഫ്റ്റും ഹോളും അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഈ ഒരു റേഞ്ചിൽ, അതായത് ഇസഡ് അതിനോട് അടുത്തുള്ള ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ റേഞ്ച് ആണെങ്കിൽ അവിടെ മാക്സിമം ഇൻ്റർഫറൻസിന് സാധ്യതയുണ്ട്. അതേസമയം ഇവിടെയാണെങ്കിൽ ക്ലിയറൻസിനായിരിക്കും സാധ്യത. മീൻസ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡീവിയേഷനും ഒരു ടോളറൻസ് ഗ്രേഡും ഉള്ള ഒരു ഹോളും അതുപോലെ തന്നെ ഒരു ഷാഫ്റ്റും എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലിയറൻസ് ഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസും ടോളറൻസ് ഗ്രേഡുകളും സെറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പോവുക ഗേജസ് എന്താണ്, ഗേജസിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതാണ്. ഗേജസ് ആർ ഇൻസ്പെക്ഷൻ ടൂൾസ് വിത്ത് എ റിജിഡ് ഡിസൈൻ വിത്തൗട്ട് എ സ്കെയിൽ വിച്ച് സെർവ് ടു ചെക്ക് ഡയമെൻഷൻ ഓഫ് എ പാർട്ട്. അപ്പോൾ ഗേജസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചർ ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അത് മെഷർ ചെയ്തുകൊണ്ടല്ല. ഉദാഹരണം, നമ്മളൊരു വെർനിയർ കാലിപ്പറോ മൈക്രോമീറ്ററോ സ്കെയിലോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്തുകൊണ്ടല്ല, മറിച്ച് മെഷർ ചെയ്യാതെ നമ്മൾ ആ ഗേജസ് ഉപയോഗിച്ചുകൊണ്ട് വെദർ ദ പാർട്ട് ഈസ് അക്സെപ്റ്റബിൾ ഓർ നോട്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഗേജസ്. ദേ ഡു നോട്ട് ഡിറ്റർമൈൻ മെഷർ ദ ആക്ച്വൽ സൈസ് ഓർ ഡയമെൻഷൻസ് ഓഫ് പാർട്ട്. അപ്പോൾ ഗേജസ് എന്താ ചെയ്യുന്നത്? ഒരിക്കലും ഒരു വെർനിയർ കാലിപ്പറോ മൈക്രോമീറ്ററോ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്ന പോലെ ഒരു ആക്ച്വൽ മെഷർമെൻ്റ് അല്ല തരുന്നത്. ദേ ആർ ഓൺലി യൂസ് ടു ഡിറ്റർമൈൻ വെദർ ദ ഇൻസ്പെക്റ്റഡ് പാർട്ട് ഹാസ് ബീൻ മെയ്ഡ് വിതിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. എന്തായിരിക്കും? നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുത്ത പാർട്ട് നമ്മൾ എത്രയാണോ ലിമിറ്റ് വെച്ചിരിക്കുന്നത് ആ ലിമിറ്റിനുള്ളിലാണോ നിൽക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗേജസ്. ദീസ് ഗേജസ് കൺസിസ്റ്റ് ഓഫ് 2 സൈസസ് കറസ്പോണ്ടിങ് ടു ദെയർ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്. അപ്പോൾ ഓരോ ഗേജസും ഇവിടെ നമ്മൾ 2 ഗേജസ് യൂസ് ചെയ്യും. ആ ഗേജസ് ഒന്ന് മാക്സിമം ലിമിറ്റിന് വേണ്ടിയുള്ളതും മിനിമം ലിമിറ്റിന് വേണ്ടിയുള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ
അത് മാക്സിമം ലിമിറ്റിനും മിനിമം ലിമിറ്റിനും ഇടയ്ക്ക് നിൽക്കണം, എങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാക്സിമം ലിമിറ്റിലാണോ അതോ മിനിമം ലിമിറ്റിലാണോ അതിൻ്റെ ഇടയ്ക്കാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗേജസ് യൂസ് ചെയ്യുക. കാരണം ഈ പറഞ്ഞ പോലെ വെദർ ദ ഇൻസ്പെക്റ്റഡ് പാർട്ട് ഹാസ് ബീൻ മെയ്ഡ് വിതിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ഗേജസ് യൂസ് ചെയ്യും. അതിലൊരു ഗേജസ് കറസ്പോണ്ടിങ് ടു മാക്സിമം ലിമിറ്റ് ആയിരിക്കും, മറ്റൊരു ഗേജ് കറസ്പോണ്ടിങ് ടു മിനിമം ലിമിറ്റ് ആയിരിക്കും. Gauging done in manufacturing process refers to the method by which it is determined quickly whether or not the dimensions of the checking parts in production are within their specified limit. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാചകം തന്നെയാണ്. അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുത്ത പ്രോഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ലിമിറ്റിനുള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഗേജസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. A gauge does not reveal the actual size of dimension. നേരത്തെ പറഞ്ഞതാണ്, വെർനിയറോ മൈക്രോമീറ്ററോ അല്ലെങ്കിൽ സ്റ്റീൽ റൂളോ ഒക്കെ പോലെ നമുക്കൊരു ആക്ച്വൽ ഡയമെൻഷൻ എത്രയാണ് എന്ന് മെഷർ ചെയ്ത് തരികയല്ല, മറിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് ലിമിറ്റിനുള്ളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഫോർ ഗേജിങ് ഹോൾ ലിമിറ്റ് പ്ലഗ് ഗേജസ് ആൻഡ് ഫോർ ഗേജിങ് ഷാഫ്റ്റ് സ്നാപ്പ് ഗേജസ് ആർ യൂസ്ഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹോള് മാനുഫാക്ചർ ചെയ്തെടുത്തു, അത് കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലഗ് ഗേജസ് ആയിരിക്കും യൂസ് ചെയ്യുക, ലിമിറ്റ് പ്ലഗ് ഗേജസ്. ഇനി ഷാഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ ചെയ്തെടുത്ത ഷാഫ്റ്റ് കറക്റ്റാണോ അല്ലയോ, കറക്റ്റ് ഡയമെൻഷനാണോ, വിത്തിൻ ലിമിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്നാപ്പ് ഗേജസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഹോളിന് പ്ലഗ് ഗേജ്, ഷാഫ്റ്റിന് സ്നാപ്പ് ഗേജ്. Then ഇതാണ് classification of gauges. Then according to their type, standard gauges, limit gauges, according to their purpose, workshop, inspection, reference or master or control gauges. Then according to the form of the tested surface, plug gauge and snap and ring gauge. Plug gauge for holes and snap and ring gauge for checking shafts. Then അടുത്തതാണ് അക്കോർഡിംഗ് ടു ദെയർ ഡിസൈൻ, സിംഗിൾ ആൻഡ് ഡബിൾ ലിമിറ്റ് ഗേജസ്, ദെൻ സിംഗിൾ ആൻഡ് ഡബിൾ എൻഡഡ് ഗേജസ്, ഫിക്സഡ് ആൻഡ് അഡ്ജസ്റ്റബിൾ ഗേജസ്. അങ്ങനെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ കാണുന്നത് പ്ലെയിൻ ഗേജസ് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ്, അക്കോർഡിംഗ് ടു പർപ്പസ്, അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് ദ ടെസ്റ്റഡ് സർഫേസ്, അക്കോർഡിംഗ് ടു ദെയർ ഡിസൈൻ. ദെൻ ആ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷനാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായി ഓരോ ഗേജസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഗേജസ്. എന്താണ് സ്റ്റാൻഡേർഡ് ഗേജസ്? ഇഫ് എ ഗേജ് ഈസ് മെയ്ഡ് ആസ് ആൻ എക്സാക്റ്റ് കോപ്പി ഓഫ് ദ മേറ്റിംഗ് പാർട്ട് ഓഫ് ദ കമ്പോണൻറ്റ് ടു ബി ചെക്ക്, ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റാൻഡേർഡ് ഗേജ്. എ സ്റ്റാൻഡേർഡ് ഗേജ് കനോട്ട് ബി യൂസ് ടു ചെക്ക് ആൻ ഇൻ്റർഫറൻസ് ഫിറ്റ്, ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ നിർമ്മിച്ച ഒരു പാർട്ട് അതിന് സ്യൂട്ടബിളായിട്ട് മെയ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗേജാണ് സ്റ്റാൻഡേർഡ് ഗേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റർഫറൻസ് ഫിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഓൺലി ക്ലിയറൻസ് ഫിറ്റ് ചെക്ക് ചെയ്യാനായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് ഗേജ് ഈസ് മെയ്ഡ് ആസ് ആൻ എക്സാക്റ്റ് കോപ്പി ഓഫ് ദ മേറ്റിംഗ് പാർട്ട്. ദെൻ അടുത്തതാണ് ലിമിറ്റ് ഗേജസ്. അപ്പോൾ ആ പേര് പോലെ തന്നെ ലിമിറ്റ് ഗേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ നിർമ്മിച്ചൊരു പ്രോഡക്റ്റ് ഈ ലിമിറ്റിനുള്ളിലാണോ നിൽക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗേജസ് ആണ് ലിമിറ്റ് ഗേജസ്. അതായത് നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റ് വെദർ ദ പ്രോഡക്റ്റ് ഡയമെൻഷൻ ഈസ് ഇൻ ദ അലവബിൾ ലിമിറ്റ്സ് എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയുള്ളതാണ് ലിമിറ്റ് ഗേജസ്. Then limit gauges are widely used in industries, okay. Then as there are 2 permissible limits of the dimension of a part, high and low. നമുക്കറിയാം 2 ലിമിറ്റ് ഉണ്ട്, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, അല്ലെങ്കിൽ ഹൈ ലിമിറ്റ്, ലോ ലിമിറ്റ്.
Two gauges are needed to check each dimension of the part. One corresponding the low limit of size and other to the high limit of size of that dimension. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണ്, നമുക്കൊരു പാർട്ട്, ആ പാർട്ടിന് ഒരു അപ്പർ ലിമിറ്റും വരാം, ഒരു ലോവർ ലിമിറ്റും വരാം. ഇതിനുള്ളിൽ ആ പാർട്ട് ഡയമെൻഷൻ നിന്നാൽ അത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഗേജസ് വേണം. അപ്പോൾ ലിമിറ്റ് ഗേജസ് എന്ന് പറയുമ്പോഴും എന്ത് ചെക്ക് ചെയ്യണം? ആ ലിമിറ്റ് ഗേജ് ഒരു അപ്പർ ലിമിറ്റും അതുപോലെ തന്നെ ലോവർ ലിമിറ്റും ചെക്ക് ചെയ്തുകൊണ്ട് ആ പാർട്ട് വിതിൻ ടോളറൻസ് ലിമിറ്റിലാണോ എന്നുള്ളതായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറസ്പോണ്ടിങ് ടു ലോ ലിമിറ്റ് ആൻഡ് കറസ്പോണ്ടിങ് ടു ഹൈ ലിമിറ്റ് നമുക്ക് 2 ഗേജസ് ഉണ്ടാകണം. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ലിമിറ്റ് ഗേജ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ടു ലോ ലിമിറ്റ് ഒരു ഗേജ് ഉണ്ടാകും, കറസ്പോണ്ടിങ് ടു ഹൈ ലിമിറ്റ് വേറൊരു ഗേജ് ഉണ്ടാകും. ഓക്കെ, ആൻഡ് ദീസ് ആർ നോൺ ആസ് ഗോ ആൻഡ് നോ ഗോ ഗേജസ്. അപ്പം നമുക്ക് 2 ഗേജസ് ഇവിടെ ഉണ്ട്. ഗോ ഗേജ് എന്ന് പറയും, നോ ഗോ ഗേജ് എന്ന് പറയും. ആ പേര് പോലെ തന്നെ ഗോ എന്ന് പറഞ്ഞാൽ കടന്നു പോകും, നോ ഗോ എന്ന് പറഞ്ഞാൽ കടന്നു പോകാത്ത ഗേജ്. ഓക്കെ, അപ്പോൾ ഗോ ഗേജും നോ ഗോ ഗേജും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പാർട്ട് വിതിൻ ലിമിറ്റ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇനി എന്തായിരിക്കും ഗോ ഗേജ്? ഗോ ഗേജ് ചെക്ക് ദ മാക്സിമം മെറ്റൽ ലിമിറ്റ്. ഇപ്പോഴും ഓർക്കുക, ഗോ ഗേജ് ചെക്ക് ചെയ്യുക മാക്സിമം മെറ്റൽ ലിമിറ്റ് ആയിരിക്കും. നോ ഗോ ഗേജ് ചെക്സ് ദ മിനിമം ഓർ ലീസ്റ്റ് മെറ്റൽ ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗോ ഗേജ് ചെക്ക് ചെയ്യുക മാക്സിമം മെറ്റൽ ലിമിറ്റും, നോ ഗോ ഗേജ് ചെക്ക് ചെയ്യുക ലീസ്റ്റ് മെറ്റൽ ലിമിറ്റ് അല്ലെങ്കിൽ മിനിമം മെറ്റൽ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഹോളിനെ സംബന്ധിച്ച് ഹോൾ എപ്പോഴായിരിക്കും മാക്സിമം മെറ്റൽ ലിമിറ്റ് ആവുക? അതിൻ്റെ ലോവർ ലിമിറ്റിലായിരിക്കും. അപ്പോൾ ഹോള് അതിൻ്റെ ലോവർ ലിമിറ്റിലായിരിക്കും മാക്സിമം മെറ്റൽ കണ്ടീഷനിലേക്ക് മാറുക. അപ്പോൾ അവിടെ ഗോ ഗേജ് ആയിരിക്കും. അപ്പോൾ ഹോളിൻ്റെ കേസിലെ ലോവർ ലിമിറ്റ് ചെക്ക് ചെയ്യുന്നത് ഗോ ഗേജും അപ്പർ ലിമിറ്റ് ചെക്ക് ചെയ്യുന്നത് നോ ഗോ ഗേജും ആയിരിക്കും. ഇനി ഷാഫ്റ്റിൻ്റെ കേസിൽ മാക്സിമം മെറ്റൽ ലിമിറ്റ് എപ്പോഴായിരിക്കും? അപ്പർ ലിമിറ്റിലാണ്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് ചെക്ക് ചെയ്യുന്നത് ഗോ ഗേജും ലോവർ ലിമിറ്റിന് നോ ഗോ ഗേജും ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഗോ ഗേജ് മാക്സിമം മെറ്റലും നോ ഗോ ഗേജ് മിനിമം മെറ്റലും ആയിരിക്കും. അപ്പോൾ ഈ 2 ഗേജസ് ഉപയോഗിച്ചുകൊണ്ട് ഗോ ഗേജും നോ ഗോ ഗേജും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യും പ്രോഡക്റ്റ് ഓക്കെ ആണോ, വിതിൻ അലവബിൾ ലിമിറ്റിലാണോ, അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ഹോളിൻ്റെ കേസിലെ ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഗോ ഗേജ് വരിക. അതുപോലെ നോ ഗോ ഗേജ് എന്ന് പറയുന്ന അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇതുപോലെ ഷാഫ്റ്റിന് ഗോ ഗേജ് അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നോ ഗോ ഗേജ് ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റിന് വേണ്ടി ഒരു ഗേജും ലോവർ ലിമിറ്റിന് വേണ്ടി വേറൊരു ഗേജും നമുക്കുണ്ട്. അതാണ് ഗോയും നോയും. അപ്പോൾ നമ്മുടെ ഹോളാണോ ഷാഫ്റ്റ് ആണോ അതിന് സ്യൂട്ടബിൾ ആയിട്ട് ഗോയും നോ ഗോയും അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഒക്കെ വരാം. അപ്പോൾ എനിവേ ഇത്തരത്തിൽ ഓരോ ലിമിറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ലിമിറ്റ് ഗേജസ് എന്ന് പറയാൻ കാരണം. മീൻസ് ആ ലിമിറ്റുകളിൽ ആണോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് ചെക്ക് ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗേജസ്. ദെൻ നമ്മളിനി ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ഹോള്, ആ ഹോള് സ്പെസിഫൈഡ് ലിമിറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗോ ഗേജും ഉണ്ട്, നോ ഗോ ഗേജും ഉണ്ട്. അപ്പോൾ ഗോ ഗേജ് കടന്നു പോകണം, നോ ഗോ ഗേജ് കടന്നു പോവുകയും ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ആ ഹോള് ഒരു സ്പെസിഫൈഡ് ലിമിറ്റിലാണ് എന്ന്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോളിനെ സംബന്ധിച്ച് ഹോള് മാക്സിമം മെറ്റൽ ലിമിറ്റ് കണ്ടീഷനിലേക്ക് മാറുന്നത് ലോവർ ലിമിറ്റിലും അതുപോലെ മിനിമം മെറ്റൽ കണ്ടീഷനിലേക്ക് മാറുന്നത് അപ്പർ ലിമിറ്റിലുമാണ്. അപ്പോൾ മാക്സിമം മെറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് ഗോ, മിനിമം മെറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത് നോ ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹോൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ഗോ ഗേജ് കടത്തി വിടുന്നു,
ഇപ്പോൾ ഗോ ഗേജ് കടന്നു പോകുന്നുകൊണ്ട് എന്നാൽ നോ ഗോ ഗേജ് കടന്നു പോകുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാകും ഹോള് വിതിൻ ലിമിറ്റ് ആണെന്ന്. ഇനി ഗോ ഗേജ് കടന്നു പോകുന്നില്ല എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്നാണ്? ഈ ഹോളിൻ്റെ ഡയമീറ്റർ ലോവർ ലിമിറ്റിനേക്കാളും താഴെയാണ്. മീൻസ് ഹോൾ ഒന്നും കൂടെ ചെറുതാണെന്ന് ഔത്തിൽ നിന്ന് മനസ്സിലാകും. ഗോ ഗേജ് കടന്നു പോകുന്നില്ലെങ്കിൽ ഹോള് അണ്ടർ സൈസ് ആണെന്ന് മനസ്സിലാകും. ഇനി അതല്ല, ഗോ ഗേജ് കടന്നുപോയി, ഓക്കെ, നോ ഗോ ഗേജും കടന്നുപോയി. നോ ഗോ ഗേജ് കടന്നു പോകാൻ പാടില്ലാത്തതാണ്. നോ ഗോ ഗേജും കടന്നു പോയാൽ അതിൻ്റെ മീനിങ് എന്താ? ഹോള് ഭയങ്കര വലുതാണ്, മീൻസ് അപ്പർ ലിമിറ്റിനേക്കാളും വലുതാണ്. മീൻസ് ഹോള് ഓവർ സൈസായി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഹോള് അണ്ടർ സൈസ് ആണോ ഓവർ സൈസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഹോള് അണ്ടർ സൈസ് ആണെങ്കിൽ ഈ രണ്ട് ഗേജസും കടന്നു പോകില്ല. ഇനി ഹോള് ഓവർ സൈസ് ആണെങ്കിൽ ഈ രണ്ട് ഗേജസും കടന്നു പോകും. അപ്പോൾ നമുക്ക് ഹോൾ അണ്ടർ സൈസ് ആണോ ഓവർ സൈസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഹോള് കറക്റ്റ് സൈസ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഗോ ഗേജ് കടന്നു പോകും, നോ ഗോ ഗേജ് കടന്നു പോവുകയില്ല. അപ്പം ഇത്തരത്തിൽ നമുക്ക് രണ്ട് ഗേജസ് യൂസ് ചെയ്തുകൊണ്ട് എളുപ്പം ഒരു ഹോള് ചെക്ക് ചെയ്യാം. ദ ഹോൾ ഡയമെൻഷൻ ഈസ് വിത്തിൻ ദ അലൗബിൾ ഓർ പെർമിസിബിൾ ലിമിറ്റ് ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇത്തരത്തിൽ ഈ രണ്ട് ഗേജസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഇനി അടുത്തത് നമ്മളൊരു ഷാഫ്റ്റാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻ ഈ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമുക്ക് ഗോയുണ്ട്, നോ ഗോ ഗേജ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഗോ ഗേജ് കറസ്പോണ്ട്സ് ടു മാക്സിമം മെറ്റൽ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ കേസിൽ അപ്പർ ലിമിറ്റിനെ ആണ് ഗോ ഗേജ് സൂചിപ്പിക്കുക. ദെൻ നോ ഗോ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം മെറ്റൽ. ഷാഫ്റ്റിൻ്റെ കേസിൽ ലോവർ ലിമിറ്റ് ആയിരിക്കും കറസ്പോണ്ട്സ് ടു നോ ഗോ. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. ഗോ ഗേജ് എന്ന് പറയുമ്പോൾ കടന്നു പോകണം, നോ ഗോ ഗേജ് എന്ന് പറയുന്നത് കടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഗോ ഗേജ് കടന്നു പോകുന്ന ഗോ ഗേജ് മീൻസ് ഗോ ഗേജ് അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പോൾ ഗോ ഗേജ് കടന്നു പോകുന്നുണ്ട്, നോ ഗോ ഗേജ് കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ആ ഷാഫ്റ്റ് അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കാണ് ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻ എന്ന് മനസ്സിലാകും. അപ്പോൾ ഷാഫ്റ്റ് അലൗബിൾ ലിമിറ്റിന് ഇടയ്ക്കാണ് ഷാഫ്റ്റ് ഡയമെൻഷൻ എന്ന് ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഗോ ഗേജ് കടന്നു പോകുന്നുണ്ട്, അതോടൊപ്പം നോ ഗോ ഗേജും കടന്നു പോകുന്നുണ്ട് എന്ന് കരുതുക. അതായത് ഗോ ഗേജും കടന്നു പോകുന്നു, നോ ഗോ ഗേജും കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻ ലോവർ ലിമിറ്റ് എത്രയാണോ ആ ലോവർ ലിമിറ്റിനേക്കാളും താഴെയാണ്. മീൻസ് ഷാഫ്റ്റ് അണ്ടർ സൈസ് ആണ് എന്ന് പറയാം. ഷാഫ്റ്റ് അണ്ടർ സൈസ് ആണെങ്കിൽ മാത്രമായിരിക്കും ഗോ ഗേജും നോ ഗോ ഗേജും ആ ഷാഫ്റ്റിൽ കൂടെ കടന്നു പോവുക. ഇനി അടുത്തൊരു കേസ്, ഗോ ഗേജും നോ ഗോ ഗേജും കടന്നു പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷാഫ്റ്റ് ഓവർ സൈസ് ആയിരിക്കും. ഷാഫ്റ്റ് അതിൻ്റെ അപ്പർ ലിമിറ്റിനേക്കാളും കൂടിയൊരു സൈസ് ആണെങ്കിൽ ഗോ ഗേജും കടന്നു പോകില്ല, നോ ഗോ ഗേജും കടന്നു പോകില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഷാഫ്റ്റ് അണ്ടർ സൈസ് ആണോ ഓവർ സൈസ് ആണോ അതോ കറക്റ്റ് ഡയമെൻഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഷാഫ്റ്റ് ആയാലും ഹോളായാലും കറക്റ്റ് ഡയമെൻഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഗോ ഗേജ് കടന്നു പോകണം, നോ ഗോ ഗേജ് കടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഗോ ഗേജ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക മാക്സിമം മെറ്റൽ, നോ ഗോ ഗേജ് മിനിമം മെറ്റൽ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. എ പാർട്ട് ഈസ് കൺസിഡേർഡ് ടു ബി ഗുഡ് ഇഫ് ദ ഗോ ഗേജ് പാസസ് ത്രൂ ഓർ ഓവർ ദ വർക്ക് ആൻഡ് നോ ഗോ ഗേജ് ഫെയിൽസ് ടു പാസ്. അപ്പോൾ ഗോ ഗേജ് കടന്നു പോകുന്നു, നോ ഗോ ഗേജ് കടന്നു പോകുന്നില്ല എന്നൊരു കണ്ടീഷൻ ആകുമ്പോൾ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് അക്സെപ്റ്റ് ചെയ്യാം. മീൻസ് അതിൻ്റെ ഡയമെൻഷൻ വിതിൻ പെർമിസിബിൾ ലിമിറ്റ്സ് ആണ്. ഇഫ് ബോത്ത് ഗേജസ് ഫെയിൽ ടു പാസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, രണ്ട് ഗേജസും കടന്നു പോകുന്നില്ല, നോ ഗോയും ഗോയും കടന്നു പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസാണെങ്കിൽ ഹോൾ എന്തായിരിക്കും? അവിടെ അണ്ടർ സൈസ് ആയിരിക്കും. ഷാഫ്റ്റ് എന്തായിരിക്കും? അവിടെ ഓവർ സൈസ് ആയിരിക്കും. ഇതുപോലെ ഇഫ് ബോത്ത് ഗേജസ് പാസ്,
അങ്ങനെയെങ്കിൽ ഹോൾ എന്തായിരിക്കും? ഓവർ സൈസ് ആയിരിക്കും. ഷാഫ്റ്റ് എന്തായിരിക്കും? അണ്ടർ സൈസ് ആയിരിക്കും. അപ്പോൾ നേരത്തെ ഡയഗ്രാം വെച്ച് പറഞ്ഞ അതേ കാര്യം തന്നെ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗോയും നോ ഗോയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാർട്സ്, ഷാഫ്റ്റ്, അതുപോലെ തന്നെ ഹോള് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ് നോ ഗോ, ഗോ ഗേജസ്. ദെൻ നമുക്കിനി അടുത്തത് ലിമിറ്റ് പ്ലഗ് ഗേജസും ലിമിറ്റ് സ്നാപ്പ് ഗേജസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. നമുക്കറിയാം പ്ലഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗേജസ് ആയിരിക്കും പ്ലഗ് ഗേജസ്. ലിമിറ്റ് പ്ലഗ് ഗേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോള് ചെക്ക് ചെയ്യണം, ആ ഹോളിൻ്റെ ലിമിറ്റുകളിലാണോ ആ ഹോൾ ഡയമെൻഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെയും ഒരു ഗോയും ഒരു നോ ഗോയും ഗേജസ് ഉണ്ടാകും. ആ ഗോയും നോ ഗോയും ആർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും? ഒരു ഹോള് വിതിൻ ലിമിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന അതിന് സ്യൂട്ടബിൾ ആയിരിക്കും. ഗേജസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ ഹോൾസ് ആർ കോൾഡ് പ്ലഗ് ഗേജസ്. അപ്പോൾ ഹോള് കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഗേജസ് ആണ് പ്ലഗ് ഗേജസ്. ദെൻ ഹോളിൻ്റെ ഡയമെൻഷൻ ആ ലിമിറ്റിനുള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗേജസ് ആണ് ലിമിറ്റ് പ്ലഗ് ഗേജസ്. These gauges are used for checking holes of many different shapes and sizes. The go plug gauge is the size of the low limit of the hole. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഗോ എന്ന് പറയുമ്പോൾ അത് മാക്സിമം മെറ്റൽ ലിമിറ്റ് ആണ്. അപ്പോൾ ഹോളിൻ്റെ കേസിൽ മാക്സിമം മെറ്റൽ ലിമിറ്റ് സൂചിപ്പിക്കുന്നത് ലോവർ ലിമിറ്റും മിനിമം മെറ്റൽ അപ്പർ ലിമിറ്റുമാണ്. So the go plug gauge is the size of the low limit of the hole, while no go plug gauge is the size of the high limit of hole. Then നമ്മളിതിൻ്റെ ഡിഫറെൻറ്റ് പ്ലഗ് ഗേജസ് ആയിരിക്കും നോക്കാൻ പോവുക. പ്ലഗ് ഗേജസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ടു ചെക്ക് ഹോൾ. അപ്പോൾ ഇത്രയും ടൈപ്പ് പ്ലഗ് ഗേജസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സോളിഡ് ടൈപ്പ്, റിന്യൂവബിൾ ടൈപ്പ്, ഫാസ്റ്റൻ ടൈപ്പ്, ഫ്ലാറ്റ് ടൈപ്പ്, പ്രോഗ്രസീവ് ടൈപ്പ്, പൈലറ്റ് പ്ലഗ് ഗേജ്, കമ്പൈൻഡ് ഡ്യുവൽ പർപ്പസ് ലിമിറ്റ് ഗേജ്. ദെൻ ഫസ്റ്റ് വൺ ആണ് സോളിഡ് ടൈപ്പ് പ്ലഗ് ഗേജ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനാണ്, അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണുന്നത്. സോളിഡ് ടൈപ്പ് പ്ലഗ് ഗേജ്. അപ്പോൾ ഇത് ഫോർ സൈസസ് അപ് ടു 10 mm സൈസുള്ള ഹോളുകളിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്ലഗ് ഗേജ് യൂസ് ചെയ്യുക. ദെൻ ഇവിടെ രണ്ടിലേക്ക് ഗോയും നോ ഗോയും ഉണ്ടായിരിക്കും. ഈ കാണുന്നത് ഗോയും ഇത് നോ ഗോയും ആയിരിക്കും. അപ്പം ഡബിൾ എൻഡ് സിലിണ്ടറിക്കൽ പ്ലഗ് ഗേജസ് എന്നും ഇതിനെ പറയും. ദെൻ അടുത്തതാണ് റിന്യൂവബിൾ ടൈപ്പ് പ്ലഗ് ഗേജസ്. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫോർ സൈസസ് ഓവർ 10 mm ആൻഡ് അപ് ടു 30 mm. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരെൻഡിൽ ഗോയും ഒരെൻഡിൽ നോ ഗോയും ഉണ്ടാകും. ദെൻ അടുത്തതാണ് ഫാസ്റ്റൻ ടൈപ്പ്. അപ്പോൾ ഫാസ്റ്റൻ ടൈപ്പ് ഡബിൾ എൻഡഡും ഉണ്ട്, സിംഗിൾ എൻഡഡും ഉണ്ട്. ഡബിൾ എൻഡഡ് ഫോർ സൈസസ് ഓവർ 30 mm ആൻഡ് അപ് ടു 63 mm. and single ended for sizes over 63 mm and up to 100 mm. ഓക്കെ, ഈ കാണുന്നതാണ് ഡബിൾ എൻഡഡ് ലിമിറ്റ് പ്ലഗ് ഗേജസ്. അതിൽ ഒരെൻഡിൽ ഗോയും ഒരെൻഡിൽ നോട്ട് ഗോ അല്ലെങ്കിൽ നോ ഗോയും ഉണ്ടാകും. ദെൻ ഈ കാണുന്നതാണ് സിംഗിൾ എൻഡഡ് ടൈപ്പ്. സിംഗിൾ എൻഡഡിൽ ഒരെൻഡിൽ ഗോ ഉണ്ടാകും, അടുത്ത വേറൊരു സിംഗിൾ എൻഡിലായിരിക്കും നോട്ട് ഗോ ഉണ്ടാകുക. അപ്പോൾ ഡബിൾ എൻഡഡിൽ ഒരെൻഡിൽ ഗോയും മറ്റൊരു എൻഡിൽ നോട്ട് ഗോയും ഉണ്ടാകും. പക്ഷെ സിംഗിൾ എൻഡഡിൽ ഒന്നെന്ന് പറയുന്നത് ഗോയും വേറൊന്ന് നോട്ട് ഗോയും ആയിരിക്കും. ഇത് കാണുന്നതാണ് ഡബിൾ എൻഡ്, ഗോയും നോട്ട് ഗോയും. ദെൻ അടുത്തതാണ് ഫ്ലാറ്റ് ടൈപ്പ്. ഫോർ സൈസസ് ഓവർ 100 mm ആൻഡ് അപ് ടു 250 mm ആണ് ഫ്ലാറ്റ് ടൈപ്പ്. ഈ കാണുന്നതാണ് ഫ്ലാറ്റ് ടൈപ്പിൻ്റെ ഇമേജസ്.
ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രോഗ്രസീവ് ടൈപ്പ്. അപ്പോൾ പ്രോഗ്രസീവ് ടൈപ്പ് എന്താണ്? ഫോർ എ റിലേറ്റീവ്ലി ഷോർട്ട് ത്രൂ ഹോൾ ബോത്ത് ദ എൻഡ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ ഗേജ്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഗോയും നോ ഗോയും ഒരൊറ്റ എൻഡിലായിരിക്കും, ദെൻ അടുത്ത എൻഡിൽ ഹാൻഡിലും ഉണ്ടാകും. ഇതായിരിക്കും പ്രോഗ്രസീവ് ടൈപ്പ്. കാണുന്നതാണ് പ്രോഗ്രസീവ് പ്ലഗ് ഗേജസ്. ഗോ, നോട്ട് ഗോ. ഇനി അടുത്തതാണ് പൈലറ്റ് പ്ലഗ് ഗേജ്. അവോയ്ഡ് ജാമിങ് ഓഫ് ദ പ്ലഗ് ഗേജ് ഇൻസൈഡ് ദ ഹോൾ. പൈലറ്റ് ഗ്രൂവ് ടൈപ്പ് ഗേജ് മേ ബി യൂസ്. അപ്പോൾ നമ്മൾ ഈ ഹോളിലേക്ക് ഗേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ജാം ആവാതിരിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് പൈലറ്റ് പ്ലഗ് ഗേജ്. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രൂവ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒന്നാണ് പൈലറ്റ് പ്ലഗ് ഗേജ്. നെക്സ്റ്റ് വണ്ണാണ് കമ്പൈൻഡ് ഡ്യുവൽ പർപ്പസ് ലിമിറ്റ് ഗേജ്. അതായത് ഗോയും നോ ഗോയും ആ രണ്ട് പർപ്പസും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലിമിറ്റ് ഗേജ് നമുക്ക് നോക്കാം. കമ്പൈൻസ് ബോത്ത് ദ ഗോ ആൻഡ് നോ ഗോ ഗേജ് ഡയമെൻഷൻസ് ഇൻ എ സിംഗിൾ മെമ്പർ. അപ്പോൾ ഒരൊറ്റ മെമ്പർ, ഈ കാണുന്ന ഒരൊറ്റ മെമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗോയും നോ ഗോയും ഒരേപോലെ ചെക്ക് ചെയ്യാം. എങ്ങനെ? സിംഗിൾ ഗേജ് ഈസ് യൂസ് ടു ചെക്ക് ബോത്ത് ദ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. ഈ ഒരൊറ്റ ഗേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും, അല്ലെങ്കിൽ ഗോ ഗേജും നോ ഗോ ഗേജിൻ്റെ ഫങ്ഷൻ ഒരൊറ്റ മെമ്പർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഹിയർ സ്പെറിക്കൽ ആൻഡ് എ ഓഫ് ദ ഡയമീറ്റർ ഈക്വൽ ടു ദ ലോവർ ലിമിറ്റ്. അപ്പോൾ ഇതായിരിക്കും ലോവർ ലിമിറ്റ് സൂചിപ്പിക്കുക. ഫോർ ചെക്കിംഗ് ദ ഹോൾ ബൈ കമ്പൈൻഡ് ലിമിറ്റ് ഗേജ്, ഫോർ ഗോ ലിമിറ്റ് ഗേജ് ഈസ് ഇൻസൈഡ് ഇൻ ദ ഹോൾ വിത്ത് ദ ഹാൻഡിൽ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഹോൾ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഹോളിലേക്ക് വിടുകയാണെങ്കിൽ അത് ഗോ ഗേജ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ഫോർ ചെക്കിംഗ് ദ ഹോൾ ദ നോ ഗോ ലിമിറ്റ്, ദ ഗേജ് ഈസ് ടിൽറ്റഡ് സോ ദാറ്റ് ദ സ്പെറിക്കൽ പ്രൊജക്ഷൻ ബി ഈസ് നോർമൽ ടു ദ ഹോൾ. ഈ കാണുന്ന രീതിയിൽ ഈ സ്പെറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നോർമൽ ടു ദ ഹോൾ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു മെമ്പർ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യുവാണെങ്കിൽ അത് നോ ഗോ ഗേജ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരൊറ്റ മെമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഗോയും നോ ഗോയും. അപ്പോൾ ഗോയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ കാണുന്ന സോളിഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും ഗോ ഗേജ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെമ്പർ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നു പോകും. നോ ഗോ ഗേജ് എന്ന് പറയുമ്പം ഈ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ നമ്മൾ ഹോളിലേക്ക് കടത്തി വിടുക. അപ്പോൾ ഒരൊറ്റ മെമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഗോയും നോ ഗോയും പോസിബിൾ ആണ്. അപ്പോൾ നോ ഗേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഗേജ് ഈസ് ടിൽറ്റഡ് സോ ദാറ്റ് ദ സ്പെറിക്കൽ പ്രൊജക്ഷൻ ബി ഈസ് നോർമൽ ടു ദ ഹോൾ. അപ്പോൾ സ്പെറിക്കൽ പ്രൊജക്ഷൻ ബി എന്ന് പറയുന്നത് നോർമൽ ടു ദ ഹോൾ ആയിരിക്കണം, ഹോളിന് നോർമൽ ആയിട്ടായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്തതാണ് സ്നാപ്പ്, ഗ്യാപ്പ് ഓർ റിംഗ് ഗേജസ്. അതായത് സ്നാപ്പ്, ഗ്യാപ്പ് ഓർ റിംഗ് ഗേജ് എന്ന് പറയുന്ന ആർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും? ഫോർ ചെക്കിംഗ് ദ ഷാഫ്റ്റ്. ഫോർ ചെക്കിംഗ് ദ ഷാഫ്റ്റ് യൂസ്ഡ് ഫോർ ബോത്ത് സിലിണ്ടറിക്കൽ ആസ് വെൽ ആസ് നോൺ സിലിണ്ടറിക്കൽ വർക്ക്. അപ്പോൾ ഇനി ഷാഫ്റ്റിൻ്റെ കേസിൽ ഗോ എന്തായിരിക്കും? അപ്പർ ലിമിറ്റ്, നോ ഗോ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ്. Go snap gauge is the size corresponding to the high limit of the shaft, while no go gauge corresponds to the low limit of the shaft. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നാപ്പ് ഗേജസ് ആണ് നമ്മൾ നോക്കാൻ പോവുക. അതിൽ ഡബിൾ എൻഡഡ് സ്നാപ്പ് ഗേജസ് ആണ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് സൈസസ് ഫ്രം 3 mm to 100 mm. അപ്പോൾ അതാണ് ഈ കാണുന്ന ഡബിൾ എൻഡഡ്. അതിൽ ഒരെൻഡിൽ ഗോയും ഒരെൻഡിൽ നോട്ട് ഗോയും ആയിരിക്കും. ദെൻ സിംഗിൾ എൻഡഡ് പ്രോഗ്രസീവ് ടൈപ്പ് സ്നാപ്പ് ഗേജസ്. ഇപ്പോൾ എന്തായിരിക്കും പ്രോഗ്രസീവ് എന്ന് പറയുമ്പം ഒരു എൻഡിൽ തന്നെ ഗോയും നോ ഗോയും ഉണ്ടാകും. ദീസ് ഗേജസ് ആർ സ്യൂട്ടബിൾ ഫോർ സൈസസ് ഫ്രം 100 mm to 250 mm. ഇപ്പോൾ ഈ കാണുന്നതാണ് പ്രോഗ്രസീവ് ടൈപ്പ് സിംഗിൾ എൻഡഡ്. അപ്പോൾ അവിടെ ഒരെൻഡിൽ ഗോയും ആയിട്ടുണ്ടാകും, മറ്റൊരെൻഡിൽ നോട്ട് ഗോയും ഉണ്ടാകും. ഇനി അടുത്തതാണ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് സ്നാപ്പ് ഗേജസ്.
ഈ കാണുന്നതാണ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് സ്നാപ്പ് ഗേജസ്. മീൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോക്കാം. ഗേജിങ് അൻവിൽസ് ആർ അഡ്ജസ്റ്റബിൾ എൻഡ് വൈസ് ഇൻ ദ ഹോൾ ഷൂ ഫ്രെയിം. അഡ്ജസ്റ്റബിൾ സ്നാപ്പ് ഗേജ് യൂസ്ഡ് ഫോർ ലാർജ് സൈസസ്. ഈ ഒരു ഗേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കേസിൽ, അതായത് ലാർജ് സൈസസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലാർജ് ഷാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള ഗേജസ്. ദിസ് ഈസ് മെയ്ഡ് വിത്ത് 2 ഫിക്സഡ് അൻവിൽസ് ആൻഡ് 2 അഡ്ജസ്റ്റബിൾ അൻവിൽസ്, 1 ഫോർ ഗോ ആൻഡ് അനദർ ഫോർ നോട്ട് ഗോ. അപ്പോൾ ഇവിടെ രണ്ട് ഫിക്സഡ് ആയിട്ട് അൻവിൽസ് ഉണ്ടാവും. ഇതാണ് ഫിക്സഡ് ആയിട്ടുള്ള ഒന്ന്. പിന്നെ ഇതാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒന്ന്. അതിലൊന്ന് ഗോയും ഒന്ന് നോട്ട് ഗോയും ആയിരിക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് മെയ്ഡ് വിത്ത് 2 ഫിക്സഡ് അൻവിൽസ് ആൻഡ് 2 adjustable anvils, 1 for go and another for the not go. അപ്പോൾ അതാണ് ഈ കാണുന്നത്. The housing of these gauges has 2 russes to receive measuring anvils secured with 2 screws. The anvils are set for a specific size with an available range of adjustment of 3 to 8 mm. The adjustable gauges can be used for measuring series of shafts of different sizes provided the diameters are within the available range. Then ring gauges. Ring gauges are used to test external diameters. Snap gauges, gap gauges or ring gauges are used for checking the shaft or male components. അപ്പോൾ ഷാഫ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ ചെക്ക് ചെയ്യാനുള്ളതാണ് റിംഗ് ഗേജസ്. ഈ കാണുന്നതാണ് റിംഗ് ഗേജസ്. ദ നെക്സ്റ്റ് വൺ ആണ് ടേപ്പർ ഗേജസ്. എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് എ ടേപ്പർ യൂസിങ് ടേപ്പർ ഗേജസ്. അപ്പോൾ ടേപ്പർ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടേപ്പർ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയുള്ളതായിരിക്കും ടേപ്പർ ഗേജസ്. ഇതാണ് ടേപ്പർ ഗേജ്. അതുപോലെ തന്നെ റിംഗ് ഗേജും. ടേപ്പർ ഗേജസ് ആർ മെയ്ഡ് ഇൻ ബോത്ത് ദ പ്ലഗ് ആൻഡ് റിംഗ് സ്റ്റൈൽ ആൻഡ് ഇൻ ജനറൽ ഫോളോ ദ സെയിം സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ ആസ് plug and ring gauges. When checking a taper hole, the taper plug gauge is inserted into the hole and a slight pressure is exerted against it. If it does not rock in the hole, it indicates that taper angle is correct. Then ഈ കാണുന്നത് ഒരു ലിമിറ്റ് ടേപ്പർ പ്ലഗ് ഗേജ് ആണ്. ഗോയും ഉണ്ട്, നോ ഗോയും ഉണ്ട്. അപ്പോൾ നമുക്ക് ടേപ്പർ ആംഗിൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. The accuracy of a taper hole is tested by a taper limit gauge. This has 2 check lines, go and no go. The go portion corresponds to minimum and no go maximum dimension. കാണുന്ന ടേപ്പർ ഗേജസ്. ഈ നെക്സ്റ്റ് വൺ ആണ് ത്രെഡ് ഗേജസ്. ത്രെഡ് ഗേജസ് ആർ യൂസ് ടു ചെക്ക് ദ പിച്ച് ഡയമീറ്റർ ഓഫ് ദ ത്രെഡ്. ഇപ്പോൾ ഒരു ത്രെഡിൻ്റെ പിച്ച് ഡയമീറ്റർ കറക്റ്റ് ആണോ, ത്രെഡ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ത്രെഡ് ഗേജസ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഫോർ ചെക്കിംഗ് ഇൻറ്റേർണൽ ത്രെഡ്സ്, നട്ട്സിൻ്റെയും ബുഷസിൻ്റെയും. അതുപോലെ തന്നെ പ്ലഗ് ത്രെഡ് ഗേജസ് ആർ യൂസ്ഡ് വൈൽ ഫോർ ചെക്കിംഗ് എക്സ്റ്റേണൽ ത്രെഡ്സ് ലൈക്ക് സ്ക്രൂസ്, ബോൾസ് എക്സെട്ര. അപ്പോൾ ഇതാണ് ഗോ, നോ ഗോ ത്രെഡ് ഗേജസ്. ദെൻ അടുത്തതാണ് ടെംപ്ലേറ്റ് ഗേജ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ. ഈ കാണുന്നതാണ് ടെംപ്ലേറ്റ് ഗേജ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൊഫൈൽ ഗേജ്. അപ്പോൾ ഈ ഒരു പ്രൊഫൈല് നമ്മുടെ വർക്ക് പീസിൻ്റെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു ടെംപ്ലേറ്റ് ഗേജ്. It is also called profile gauge. A profile gauge may contain 2 outlines that represent the limits with which a profile must lie. ഈ കാണുന്നതാണ് ഒരു പ്രൊഫൈൽ ഗേജ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഫൈൽ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഫീലർ ഗേജസ്. ഫീലർ ഗേജസ് ആർ യൂസ്ഡ് ഫോർ ചെക്കിംഗ് ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ്. രണ്ട് മേറ്റിംഗ് പാർട്സിനിടയ്ക്കുള്ള ക്ലിയറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫീലർ ഗേജസ്. ഈ കാണുന്ന ഫീലർ ഗേജസ്. ദേ ആർ മെയ്ഡ് ഇൻ ഫോം ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റീൽ പ്രിസിഷൻ മെഷീൻ ബ്ലേഡ്
0.03 to 1 mm thick ആൻഡ് 100 mm ലോങ്. ഓക്കെ, അപ്പോൾ 0.03 മുതൽ 1 mm വരെയുള്ള തിക്നെസ് ഉള്ള 100 mm ലോങ് ഉള്ള ബ്ലേഡുകളായിരിക്കും ഈ പറയുന്ന ഫീലർ ഗേജസ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഗ്യാപ്പുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഫീലർ ഗേജസ്. To find the size of the clearance, 1 or 2 blades are inserted and tried for a fit between the contact surfaces until the blades of suitable thickness are found. അപ്പോൾ നമ്മൾ ബ്ലേഡ് മാറി മാറി വെച്ചുകൊണ്ട് ആ ഗ്യാപ്പിൽ സ്യൂട്ടായിട്ട് ഫിറ്റ് ചെയ്യുന്ന ബ്ലേഡ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് ആ ബ്ലേഡിൻ്റെ ഡയമെൻഷൻ വെച്ചുകൊണ്ട് ആ ഗ്യാപ്പ് എത്രയാണെന്ന് മെഷർ ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് പ്ലേറ്റ് ആൻഡ് വയർ ഗേജസ്. The thickness of a sheet metal is checked by means of a plate gauge and wire diameter by wire gauges. അപ്പോൾ നമുക്കൊരു ഷീറ്റ്, മെറ്റൽ ഷീറ്റ്, അതിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്ലേറ്റ് ഗേജ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. അതുപോലെ ഓരോ വയേഴ്സ്, ചെറിയ വയറുകൾ, അതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളത് വയർ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വയർ ഗേജ്, അതുപോലെ പ്ലേറ്റ് ഗേജ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഓരോ പ്ലേറ്റ് കൊണ്ട് വെച്ച് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ, അപ്പോൾ ആ ഗ്യാപ്പ് സൂചിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡയമെൻഷനായിരിക്കും. അതുപോലെ ഇവിടെയും ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോള് ഒരു വയറിന്, അത് സൂചിപ്പിക്കുക ഹോൾ ഡയമീറ്റർ ആയിരിക്കും. ദ പ്ലേറ്റ് ഗേജ് ഈസ് യൂസ് ടു ചെക്ക് ദ തിക്നെസ് ഓഫ് പ്ലേറ്റ് ഫ്രം 0.25 to 5 mm and the wire gauge is used to check the diameters of wire from 0.1 to 10 mm. ദെൻ ഈ കാണുന്നത് വയർ ഗേജ് ആണ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ വയർ അതിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്നുള്ളത് ഇതിൽ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ വയറായിട്ട് പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് എത്രയാണ് ആ വയറിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് നോക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി വർക്കിംഗ് ഗേജസ്, ഇൻസ്പെക്ഷൻ ഗേജസ് ആൻഡ് റെഫറൻസ് ഗേജസ് നോക്കാം. താങ്ക് യു.